സെലിബ്രിറ്റീസിനെ പോലെ നോ മേക്കപ്പ് ലുക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നോ മേക്കപ്പ് ലുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേക്കപ്പ് ഇടാതിരിക്കുക എന്നുള്ളതല്ല, മേക്കപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് ക്ലീൻ ഗേൾ ലുക്ക് എന്ന് വേണമെങ്കിലും പറയാം, ഒരു ക്ലീൻ മേക്കപ്പ് ലുക്ക് എന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ നന്നായിട്ട് ഫേസ് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നല്ലപോലെ തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഫേസ് പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളത്. ഓയിലി സ്കിൻ ആയതുകൊണ്ട് മോയ്സ്ചറൈസർ ഇടണ്ട എന്നൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ബട്ട് ഓയിലി സ്കിൻ ആണെങ്കിലും മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്കിൻ ടൈപ്പിന് ചേരുന്ന മോയ്സ്ചറൈസേഴ്സ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അടുത്ത ഞാനൊരു പ്രൈമർ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഫേസിൽ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈമറിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നതാണ് സ്മാഷ് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷ് പ്രൈമർ വാട്ടർ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. ബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ഐബ്രോ കിറ്റാണ്. നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറേ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഐബ്രോസ്, നമ്മുടെ ലിപ്സ്, ഈ വക കാര്യങ്ങളൊക്കെ. ബട്ട് കുറച്ചുകൂടെ നാച്ചുറൽ രീതിയിലായിരിക്കും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ഡിഫറൻസ് കാണുന്നുണ്ടാവും. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഉള്ളൊരു ഡിഫറൻസും ഐബ്രോസ് ഫില്ല് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ളൊരു ഡിഫറൻസും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് ഞാൻ എൻ്റെ ഫേസിലുള്ള പാടുകളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു ക്ലീൻ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ലെസ് ഈസ് ഓൾവേസ് മോർ. കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഫിനിഷിങ് കൊണ്ടുവരാൻ എപ്പോഴും നോക്കുക. അല്ലാതെ ഒരുപാട് പ്രോഡക്റ്റ് എടുത്ത് ആദ്യമേ അപ്ലൈ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഹൈഡ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പീച്ച് കളർ കറക്റ്ററാണ്. അപ്പോൾ ഞാൻ കളർ കറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ്. ഒന്ന് അതിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ അതിലൊന്ന് വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയി പോകും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിഗ്മെൻറ്റേഷൻ മൊത്തം നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അതൊരു ഹാക്കാണ്, ജസ്റ്റ് ട്രൈ ഇറ്റ്. ഇനി ഞാൻ ഒരു ബ്ലെൻഡർ എന്ന് പറഞ്ഞില്ല, ഇതൊരു കൺസീലർ ബ്രഷാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. വളരെ ലൈറ്റായിട്ടേ ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് നമുക്കത് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വെച്ച് തന്നെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഐ എം ഗോണ ടോപ്പ് ഇറ്റ് ഓഫ് വിത്ത് കൺസീലർ. ഇത് എൻ്റെ സെയിം ഷെയ്ഡ് കൺസീലറാണ്. ഇത് വന്നിട്ട് മേബിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് കൺസീലർ ഇൻ ദ ഷെയ്ഡ് മീഡിയം. എവിടേക്കാണോ ഞാൻ കൺസീലർ കളർ കറക്റ്റ് അപ്ലൈ ചെയ്തത് അവിടേക്ക് അതിൻ്റെ മേലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഫേസ് കൺസീലർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഫുൾ ഫേസ് കൺസീലർ യൂസ് ചെയ്തില്ല, ബിക്കോസ് ദിസ് ഇസ് ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക്. സോ നമ്മൾ വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ,
അടുത്ത എൻ്റെ മേലേക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ഓൾറെഡി കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഷെയ്ഡ് വന്നിട്ട് വാം ബേജ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് മിലാനിയുടെ. സോ നിങ്ങൾക്ക് കാണാം വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബ്രഷിൽ. ആൻഡ് ഇത് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അണ്ടർ ഐ ഏരിയയിൽ ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് മീൻസ് ഒരുപാട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി അവിടെ കൺസീലർ അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ബേസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്ലഷ്. ഇതുകൊണ്ട് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ. ലോട്ട്സ് ഓഫ് ബ്ലഷ്. ചിലർക്ക് ഒരുപാട് ബ്ലഷ് യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് വളരെ കുറച്ച് ബ്ലഷ്, ചിലർ ബ്ലഷേ യൂസ് ചെയ്യാത്തവരുണ്ടാവും. സോ അതൊക്കെ ഓരോരുത്തർ ചോയ്സാണ്. ഞാൻ സെയിം ബ്രഷിൽ തന്നെ ഈ പ്രോഡക്റ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് കുറച്ച് പ്രോഡക്റ്റ്, ബിക്കോസ് ഇത് എൻ്റെ പേഴ്സണൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കുന്നുണ്ട്. കണ്ടോ, ആൻഡ് എക്സസ് പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡാബ് 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 ഡാബ്. ആൻഡ് ബാക്കി വരുന്നത് നമ്മൾ ചീക്സിൽ ഇങ്ങനെ മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിൽ ഇഷ്ടമാതിരി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇനി നമ്മൾ കണ്ണിൽ നല്ലോണം മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. കണ്ണിൻ്റെ മേലെ നമ്മൾ ബാക്കി വന്ന ലിപ് ആൻഡ് ചീക്കിൻ്റെ ബാക്കി നമ്മൾ കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി മസ്കാരയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെ മസ്കാരയാണ്. വേറെ കാജൽസ് അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് ദിസ് ഇസ് ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ വേറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യുന്നില്ല, ജസ്റ്റ് മസ്കാര നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മൾ ലിപ്സ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് സ്മാഷ് ബോക്സിൻ്റെ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. വളരെ ലൈറ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേഗം ബ്ലെൻഡ് ഇറ്റ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും സേവ് ചെയ്ത് വയ്ക്കുക ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.